നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഒക്ടോബർ 18 വ്യാഴം മാറിയതോടുകൂടി കന്നിരാശിക്കാർക്ക് നല്ല കാലം തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് അവർ നടന്നെടുക്കുകയാണ്. ഒക്ടോബർ 27 ചൊവ്വയും രാശി മാറുന്നു അനുകൂലമായിട്ട്. കൂടാതെ നവംബർ 17 സൂര്യനും അനുകൂലമായിട്ട് മാറുന്നു. അപ്പോൾ ഇവർക്ക് പ്രതികൂലമായിട്ട്, ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ശനി മാത്രമാണ് പ്രധാനമായിട്ടുള്ളത്. കന്നിരാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഉത്തരം അവസാനം 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് നല്ല കാലം പിറക്കാൻ പോവുകയാണ്. അവർക്ക് ഈ 18 തീയതി മുതൽ, ഈ ഒക്ടോബർ 18 തീയതി മുതൽ അവർ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഉച്ചരാശിയിൽ വ്യാഴം വരുന്നതോടുകൂടി അവർക്ക് നല്ല കാലം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒക്ടോബർ 18 തൊട്ട്, അതായത് 2025 ഒക്ടോബർ 18 തൊട്ട് അത് ഡിസംബർ 5 വരെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് നേരത്തെ തന്നെ സർപ്പം അഥവാ രാഹുവും ശിഖി അഥവാ കേതുവും അനുകൂലമാണ്. ഈ ഡിസംബർ 5 ശേഷവും അനുകൂലമാണ്. എങ്കിലും ഇവിടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം വരുന്നു. അത് ഉച്ചരാശിയിൽ 11ാം ഭാവത്തിൽ. ഓക്കെ. അതുകൂടാതെ ഒക്ടോബർ 27 തീയതി ചൊവ്വ വരുന്നു. നവംബർ 17 സൂര്യൻ വരുന്നു. അപ്പോൾ വ്യാഴം, ശിഖി, സർപ്പം, ശുക്രൻ, സൂര്യൻ, ചൊവ്വ, ഇങ്ങനെ അനുകൂലമായ ഗ്രഹങ്ങളുടെ എണ്ണം കൂടുകയാണ് ഓരോ ആഴ്ച കഴിയുന്നതോറും. ഇവിടെ ഞങ്ങൾ ചന്ദ്രൻ്റെ രാശി പരിഗണിക്കുന്നില്ല. കാര്യം അത് 2.25 ദിവസം കൂടുമ്പോൾ ചന്ദ്രൻ മാറും. അതിനനുസരിച്ച് ഞങ്ങൾ ഏകദേശം 2 ദിവസം കൂടുമ്പോൾ ഈ ദിനഫലം, രാശിഫലം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദയവായി പണമായിട്ട് ഞങ്ങൾക്ക് വേണ്ട ദക്ഷിണ, പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത് ദയവേത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. കന്നിരാശിക്കാർക്ക് 7ാം ഭാവത്തിലാണ് ശനി. അത് നേരത്തെ ഉള്ളതാണ്. അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ജീവിത പങ്കാളിക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാൻ നമുക്ക് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്താം. ശിവന് ജലധാര മിനിമം, അതുപോലെ അയ്യപ്പന് നീരാഞ്ജനം, ശനി ഭഗവാന് എള്ളുവിളക്ക്, ഇതൊക്കെ വഴിപാടായിട്ട് ചെയ്യാവുന്നതാണ്. ശനിയാഴ്ച വ്രതം എടുത്ത് അത് ചെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് ശനിദോഷം ഏതാണ്ട് വലിയൊരളവ് വരെ കുറയ്ക്കാൻ കഴിയും. അതുവഴി നേട്ടം ഉണ്ടാക്കാനും പറ്റും. ബാക്കി എല്ലാ ഗ്രഹങ്ങളും മാറിയും തിരിഞ്ഞും അനുകൂലമായിട്ട് വരികയാണ്. ഏതാണ്ട് 6-7 ഗ്രഹങ്ങൾ ഈ കാലയളവിൽ ഇവർക്ക് അനുകൂലമായിട്ട് വരും. ചന്ദ്രനും കൂടി അനുകൂലമാകുമ്പോൾ 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരും ഈ കാലയളവിൽ, പ്രത്യേകിച്ച് 2025 ഒക്ടോബർ 27 മുതൽ. അപ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ, പ്രധാനമായിട്ടും ഉള്ള നേട്ടങ്ങൾ ഞങ്ങൾ പറയാം. പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നത് പൂർവിക സ്വത്ത് അനുകൂലമായിട്ട് വരും.
കാര്യം സൂര്യൻ, ചൊവ്വ, സർപ്പം ഇത് മൂന്നും അനുകൂലമായിട്ട് വരുന്നു. പ്രത്യേകിച്ച് നവംബർ 17 തൊട്ടാണ് സൂര്യൻ കൂടി അനുകൂലമാകുന്നത്, അതായത് വൃശ്ചിക മാസം. അത് മാത്രമല്ല, ചൊവ്വ വരുന്നത് വൃശ്ചികം രാശിയിൽ സ്വക്ഷേത്രപരമായിട്ടാണ്. അപ്പോൾ ബുധൻ്റെ ഒരു പ്രതികൂലാവസ്ഥയുണ്ട്, പക്ഷേ അത് കാര്യമായി നിങ്ങളെ ബാധിക്കില്ല. എങ്കിലും ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ വഴിപാട് നടത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. പ്രത്യേകിച്ച് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകിൽ പൂർവിക സ്വത്ത് അനുഭവത്തിൽ വരികയോ അതല്ലെങ്കിൽ നേരത്തെ തന്നെ പൂർവിക സ്വത്ത് കൈവശമുള്ളവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി വഴിയോ അല്ലെങ്കിൽ ഭൂമി ലോൺ വെക്കുകയോ അതുവഴിയൊക്കെ നേട്ടമുണ്ടാവും. പിന്നെ ചിട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭാഗ്യം കൊണ്ടുവരും. അതുപോലെ തന്നെ ഈ ഭാഗ്യപരീക്ഷണങ്ങളിൽ ഇവർക്ക് സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചൊവ്വ അനുകൂലമായിട്ട് വരുമ്പോൾ ഇവർക്ക് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാകും. അത് വ്യാഴവും അതിനെ സഹായിക്കും, ഒരു പരിധിവരെ സൂര്യനും സഹായിക്കും. പിന്നെ ഇവർക്ക് നിയമപരമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നീങ്ങും. പിന്നെ വൃശ്ചിക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടം, സന്താന ഗുണം, പിതൃഗുണം ഒക്കെ അനുഭവത്തിൽ വരും. പിന്നെ ശുക്രനും വ്യാഴവും അനുകൂലമാണ് ഈ കാലയളവിൽ. അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും, പുതിയ സുഹൃത്തുക്കളെ കിട്ടും, സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ഇവർക്ക് ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടമുണ്ടാക്കാനും കഴിയും. പിന്നെ സർവ്വവിധ സൗഭാഗ്യം വ്യാഴം കൊണ്ട് എല്ലാ തരത്തിലുള്ള ഭൗതിക സുഖങ്ങൾ ശുക്രനും വ്യാഴവും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. ഗൃഹലാഭം, വാഹനലാഭം, അത് ചൊവ്വയും അനുകൂലമാണ്. ഇവിടെ ചൊവ്വ, വ്യാഴം ഇത് രണ്ടും കൂടെ ചേർന്ന് ഇവർക്ക് വാഹനലാഭം നേടിത്തരും. തീർത്ഥയാത്രകൾക്ക് അനുകൂലമായ അവസരമുണ്ടാവും. അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾ. പക്ഷേ ഇത് ഡിസംബർ 5 വരെ തുടരുകയുള്ളൂ. കാരണം വ്യാഴം തിരിച്ച് മിഥുനത്തിലേക്ക് പോവും ഡിസംബർ 5. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഈ കാലയളവിൽ ബുധൻ അല്പം പിന്നോട്ട് നിൽക്കുകയാണ്. എങ്കിലും ഇതിനിടയിൽ ഏകദേശം നവംബർ മാസമൊക്കെ പകുതി കഴിയുമ്പോൾ ബുധൻ അനുകൂലമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ബുധനും കൂടി ചേരുമ്പോഴത്തേക്ക് 7, പിന്നെ ചന്ദ്രനും കൂടെ ചേരുകയാണെങ്കിൽ 8 ഗ്രഹങ്ങൾ വരെ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു കാലയളവാണ്. അപ്പോൾ ഈ കാലയളവിൽ ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തു വെക്കുക. ഇപ്പോൾ തന്നെ അതിന് സന്ദർഭമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഇട്ട ഒരു ദിനഫലത്തിൻ്റെ വീഡിയോ 21, 22, 23 തീയതികളിൽ കന്നിരാശിക്ക് ഗുണാധിക്യമാണ് പറയുന്നത്. അപ്പോൾ കന്നിരാശിക്ക് നല്ല കാലം തുടങ്ങിയിരിക്കുന്നു. ഒക്ടോബർ 18 തൊട്ട് വ്യാഴം അനുകൂലമായപ്പോഴത്തേക്ക് ഇവർക്ക് നേട്ടം തുടങ്ങി. പിന്നെ ഈ പറയുന്ന പോലെ ചൊവ്വയാണ് ഇവിടുത്തെ ചൊവ്വയും സൂര്യനുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ മാറ്റങ്ങൾ. അപ്പോൾ അതൊക്കെ ഇവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ജീവിത നിമിഷങ്ങൾ, ജീവിത സന്ദർഭങ്ങൾ, ഇവർക്ക് അസുലഭമായ സന്ദർഭങ്ങൾ ഇവർക്ക് ഒരുക്കിത്തരും.
പിന്നെ അത് നമ്മൾ ബുദ്ധിപൂർവം കൗശലപൂർവം അത് കൈകാര്യം ചെയ്യുക, വിവേകപൂർവം കൈകാര്യം ചെയ്യുക. തീർച്ചയായിട്ടും കന്നിരാശിക്ക് വളരെയധികം ഗുണാധിക്യമുള്ള അത്യധികം ഭാഗ്യമുള്ള ദിവസങ്ങൾ വരികയാണ്. പക്ഷേ നമ്മൾ ശനിയാഴ്ച ദിവസം വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തിയിരിക്കണം. പിന്നെ മന്ത്രജപങ്ങൾ, ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇവയെല്ലാം അനുഷ്ഠിച്ച് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഈ ഇടിവറ്റ സൗഭാഗ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഒക്കെയുള്ളൂ. ഈശ്വരനായിട്ട് ചേർന്ന് നിന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും വെറും വട്ടപൂജ്യങ്ങളാണ്. ഈശ്വരൻ്റെ മൂല്യം എത്രയാണ്? 1,00,000 കോടിയിലധികമാണ്. അപ്പോൾ ഈശ്വരനുമായിട്ട് നമ്മൾ വട്ടപൂജ്യം ചേരുമ്പോൾ 10,00,000 കോടി മൂല്യമാവും നമ്മൾക്കും. അതുകൊണ്ട് ഈശ്വരനുമായിട്ട് എപ്പോഴും ചേർന്ന് നിന്ന് ഈ ഭാഗ്യങ്ങൾ നേടിയെടുക്കുക. അതിനെ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.